കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിന് ഇഷ്ടപ്പെട്ട മട്ടൻ ബിരിയാണിയൊക്കെ പല്ലവി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മിത്രനാണെങ്കിലും ഉണ്ണിക്കുട്ടനാണ് അരികിലുണ്ട്. ഈ സമയത്താണ് പല്ലവിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. പെട്ടെന്ന് പല്ലവി പോയി ഫോൺ എടുക്കുകയാണ്. സ്മൃതിയാണ് വിളിച്ചത്. സ്മൃതിയോട് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. കുഴപ്പമില്ല. അതെ, ഇന്ന് തന്നെ നീ വരുമോന്ന് ചോദിക്കുകയാണ്. അറിയില്ല, ചിലപ്പോഴേ വരത്തുള്ളൂ. വരുവാണെങ്കിൽ നേരത്തെ വരണം കേട്ടോ. അതേ സേതുവേണ്ട വീട്ടിൽ ഞങ്ങളുണ്ടെന്ന് പറയാണ്. അവിടെ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോകാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് സ്മൃതി ഫോൺ വെക്കുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം മിത്രം പറഞ്ഞു, അല്ല ആരാ വിളിച്ച സ്മൃതിയാണെന്ന് ചോദിക്കും. അതെ, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ അമ്മ ഹോസ്പിറ്റലായതുകൊണ്ടേ അവൾ അങ്ങോട്ട് പോയിരിക്കുക. നേരത്തെ വരുവാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് ശ്രീഹരി അങ്ങോട്ട് വന്നിട്ട് മിത്രനെ അങ്ങോട്ട് വിളിക്കുകയാണ്. മിത്രനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, അതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർമ്മയുണ്ട്. കൊളാക്കലെന്ന് പറയണ. ഇല്ല, കൊളമാക്കൊന്നുമില്ല എന്ന് പറയണ. പിന്നീട് ശ്രീഹരി നേരെ സേതുവിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. സേതുവിനോട് പറഞ്ഞു, അതെ ഇന്ന് പല്ലവി ചേച്ചിയുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് അറിയാൻ കഴിയും. പല്ലവി ചേച്ചിക്ക് സേതുവേട്ടനോട് ഇഷ്ടമുണ്ടോ എന്ന് ഇന്ന് അറിയാന്ന് പറയാം. അതെങ്ങനെ? അതൊക്കെ കണ്ടോ. അതിനുള്ള ഒരു തന്ത്രമൊക്കെ ഞാനും മിത്രനും എല്ലാരും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഉറപ്പായിട്ട് ഇന്ന് ആ മനസ്സറിയാൻ കഴിയുമെന്ന് പറയാം. ഇത് കേട്ട സേതു പറഞ്ഞു, അതൊക്കെ വല്ലതും നടക്കുവോന്നോ? എടാ, എന്റെ മനസ്സിലാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷനാന്ന് പറയാം. എന്റെ സേതുവേട്ടാ, ഈ പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പെട്ടെന്നൊന്നും അതങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ ആ മനസ്സിൽ സ്നേഹം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പെരുമഴയായിട്ട് അങ്ങോട്ട് പെയ്യൂന്ന് പറയാം. പെയ്താ മതിയായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. പിന്നീട് എല്ലാരും കൂടെ ഫുഡ് കഴിക്കാണ്ടിരിക്കുവാണ്. ഈ സമയം പല്ലവി ഫുഡ് വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. സേതുവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഫുഡ്? നല്ലതാണെന്ന് ചോദിക്കും. അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം. എന്താ സേതുവേട്ടാ ഇരിക്കുന്നുണ്ടോ? ഈ മിത്രനോട് ഞാൻ പറഞ്ഞ അത്രയും മുളക് പൊടി ഇണ്ടാന്ന്. ഇതേ ഞാൻ മര്യാദയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മിത്രൻ എന്തൊക്കെയോ പൊടികൾ കലക്കി അതിനകത്തേക്ക് ഒഴിച്ചു. അതൊക്കെ സീക്രട്ടാന്നും പറഞ്ഞോണ്ട്. മിത്രേട്ടൻ്റെ ഒരു കാര്യം, അങ്ങനെ ഒരു കുഴപ്പമില്ല, നല്ല ഫുഡാന്ന് പറയാണ്. പെട്ടെന്ന് ശ്രീഹരി മിത്രനെ നോക്കുവാണ്. പറ എന്ന് ആദ്യം കാണിക്കുവാണ്. ഇത് കേട്ടതും മിത്രൻ പെട്ടെന്ന് പറഞ്ഞ, അല്ല അത് പിന്നെ സേതു ഒരു കാര്യം നിന്നോട് ഞാൻ പറയാൻ മറന്നുവരുന്നു. എന്താ മിത്രേട്ടാ? അല്ല പിന്നെ അതെ, കുമാരേട്ടൻ കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രോക്കർ കുമാരേട്ടനെ കുറച്ച് പെൺകുട്ടിയുടെ ഫോട്ടോ ഫോണിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നിന്നോട് പറഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പെൺകുട്ടികളുണ്ട് പറയാൻ പറഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് പല്ലവി വെച്ചു, ആഹാ അത് കൊള്ളാലോ, കല്യാണാലോചനയാണെന്ന് ചോദിക്കും. അല്ല പിന്നെ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ സേതുവേട്ടൻ ഇങ്ങനെ നിൽക്കണേ? സേതുവേട്ടനും വേണ്ടേ, കുടുംബം കുട്ടികളൊക്കെ വേണ്ടേ, നോക്കാനായിട്ട് ഒരാൾ വേണ്ടെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അത് ശരിയാന്ന് പറയാം. മിത്രനും ശ്രീഹരി എല്ലാവരും പരസ്പരം നോക്കുകയാണ്. പല്ലവിയുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ നോക്കിക്കൊണ്ടിരിക്കണേ. ഈ സമയത്ത് പല്ലവി പറഞ്ഞ, ആ ഫോണെന്ന് കാണിച്ച് ആ ഫോട്ടോസൊക്കെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും മിത്രന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ മിത്രൻ ആ ഫോണും കൊടുക്കുകയാണ്. പല്ലവി ഫോട്ടോസൊക്കെ കുറെ നോക്കി, കൊള്ളാലോ. പക്ഷേ എങ്കിലേ സേതുവേട്ടന് ചേരുന്ന പെൺകുട്ടി ഇതിനകത്ത് ആരും ഇല്ലാന്ന് പറയാം. അങ്ങനെ കുറെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു പെൺകുട്ടിനെ കണ്ടു. ഇത് കുഴപ്പമില്ല, സേതുവേട്ടന് ഒന്ന് നോക്കിയേ ചേരുവെന്ന് നോക്കാൻ പറയണം. ഇത് കേട്ട സേതുവിന്റെ മുഖം അങ്ങോട്ട് മാറി. വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയി. കാരണം പല്ലവിയുടെ മനസ്സിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പെട്ടെന്ന് സേതു എന്ത് ചെയ്യാണ്, ഒന്നും മിണ്ടാതെ ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണ്. ഇതെന്ത് പറ്റി സേതുവേട്ടന്? ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ, ആ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഇത് കേട്ടപ്പോൾ മിത്രം മനസ്സിൽ പറഞ്ഞു, ഇനിയിപ്പോൾ എത്ര പെൺകുട്ടികളെ മുന്നിൽ കൊണ്ട് നിർത്തിയാലും അവയൊന്നും സേതുവിന് ഇഷ്ടപ്പെടില്ല. പല്ലവിനെ മാത്രമോ സേതുവിന് ഇഷ്ടപ്പെട്ടോ. സേതു ഇഷ്ടപ്പെടണമെങ്കിൽ പല്ലവിയുടെ ഫോട്ടോ മുന്നിൽ കൊണ്ട് വെക്കണമെന്ന് മിത്രം ഇങ്ങനെ മനസ്സിൽ പറയാണ്. പിന്നീട് കാണിക്കുന്ന സ്മൃതി പല്ലവിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. പല്ലവി അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയാം. അല്ല നീ എന്താ കാണണമെന്ന് പറഞ്ഞേ? അതെ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ട് നിനക്ക് എന്നോട് ദേഷ്യം തോന്നില്ലെന്ന് പറയാം. ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നേ? കാര്യം എന്താന്ന് നീ പറ. അതെനിക്ക് പറയാനുള്ള സേതുവേട്ടനെ കുറിച്ചാ. സേതുവേട്ടനോ? സേതുവേട്ടൻ എന്ത് പറ്റി? അല്ല അത് പിന്നെ കാര്യം പറ. സേതുവേട്ടന്റെ വിവാഹാലോചനയൊക്കെ നടക്കുമല്ലേ, അതുകൊണ്ട്. അല്ല ഞാൻ കാര്യം ചോദിച്ചിട്ട് പല്ലവി, നിനക്ക് സേതുവേട്ടന്റെ ഭാര്യയായാലും എന്താ കുഴപ്പം? നിങ്ങൾക്ക് തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ പല്ലവി ഒന്ന് ഇരിച്ചു. നീ എന്താ പറയണെന്ന് ചോദിക്കുക. ഞാൻ പറ സത്യമല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് നല്ല ജോഡികളാ, പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. പിന്നെ എന്താ, സേതുവേട്ടനാണെങ്കിൽ ഇനി ഇഷ്ടമായിരിക്കും, സമ്മതമായിരിക്കും, വേറൊരു കുഴപ്പമില്ലെന്ന് പറയണ. ഇത് കേട്ടെന്ന് പല്ലവി പറഞ്ഞു, സേതുവേട്ടനെ എനിക്ക് ഇഷ്ടമാ, ഇത് മതി, ഇത്ര അറിഞ്ഞാൽ മതി എന്ന് പറയണ. പക്ഷെ ഒരു കാര്യമുണ്ട് സ്മൃതി, സേതുവേട്ടനെ ഇഷ്ടം, അതിനപ്പുറത്തേക്ക് എനിക്ക് സേതുവേട്ടൻ ഭർത്താവായിട്ട് സങ്കല്പിക്കാനൊന്നും പറ്റത്തില്ല. അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാ, ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണ് താനും, നല്ലൊരു ഫ്രണ്ട്ഷിപ്പാ, പക്ഷെ അതിലുപരി ഒരു ഇഷ്ടം ഞങ്ങൾ തമ്മിൽ ഇല്ലാന്ന് പറയാം. ഇത് കേട്ടെന്ന് സ്മൃതി പറഞ്ഞു, അതെന്താ? ഇനിയിപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, സേതുവേട്ടൻ എന്റെ ഭർത്താവാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് പോകണം. ഇത് കേട്ട് കഴിഞ്ഞ് സ്മൃതിക്ക് നല്ല സങ്കടമൊക്കെ വന്നു. നല്ലൊരു ബന്ധമായിരുന്നു അവർ തമ്മിലുള്ള. ഇനി എന്തായി തീരുമെന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന
സേതു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ പല്ലവി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിന്നറിയുണ്ടായിരുന്നേ. എന്തൊരു കഷ്ടമാ. തന്റെ മനസ്സിലാണ് അവളോട് ഭയങ്കര പ്രണയം. ഈ സമയം സേതുവിന്റെ അവിടെ ഇരുന്ന് മദ്യക്കുപ്പി എടുത്ത് വായിക്കകത്തേക്ക് അമഴ്ത്തിക്കൊണ്ടിരിക്കുക. മിത്രം വന്നിട്ട് ചോദിച്ചു, ഇത് എന്ത് പരിപാടി സേതുട്ടെ കാണിക്കണേ? മതി നിർത്താൻ പറയാണ്. വേണ്ട, അവളുടെ മനസ്സിൽ ഞാനില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ എങ്കിൽ ഞാൻ ആ വിഡ്ഢിയായി പോയത്. ഇതൊക്കെ ഞാൻ നേരത്തെ ചിന്തിക്കണമായിരുന്നു. ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു പോയെന്ന് പറയണം. ശ്രീഹരി വന്നിട്ട് പറഞ്ഞു, പോട്ടെ സേതുവേട്ടാ, പല്ലവി ചേച്ചിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ പറയത്തുള്ളൂ, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാം. എന്നാലും ഞാൻ വെറും മണ്ടനായി പോയില്ലേടാ സേതുവേട്ടാ, ഇതൊക്കെ മാറും. പല്ലവി ചേച്ചി സേതുവേട്ടനോട് ഒന്ന് ഇഷ്ടമാണെന്ന് പറയും, അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. എനിക്ക് വേണ്ട, എനിക്കിനിയും മദ്യം കുടിക്കണം. മതി കുടിച്ച് ഇപ്പൊ തന്നെ നന്നായിട്ട് ഓവറായിട്ടുണ്ടെന്ന് പറയണം. ഇനിയും കുടിച്ചിട്ട് പൊന്നുമടത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. പിന്നെ പൊന്നുമടത്തിലേക്ക് ഞാൻ കയറി ചെല്ലും, ആരെന്താ ചെയ്യുന്നത് അറിയാലോ എന്ന് പറയാണ്. ഈ സമയം ഋതുവും സ്വാതിയും അച്ഛനും കൂടെ സിനിമ കാണാനായിട്ട് പോവായിരുന്നു. അങ്ങനെ സിനിമ കാണാൻ പോണ സമയത്ത് പെട്ടെന്ന് അച്ഛനും, അയ്യോ എനിക്ക് ആ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ഡ്രസ്സ് വാങ്ങണമെന്ന് പറയാണ്. ഇത് കേട്ട് സ്വാതി പറഞ്ഞു, ഇനി ഇപ്പൊ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും സിനിമ തുടങ്ങുമെന്ന് പറയാണ്. ഋതു പറഞ്ഞു, ഇതൊക്കെ നേരത്തെ എനിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛന്ന് ചോദിക്കുക. അത് ഇപ്പോഴല്ലേ ഓർത്തെ, അതുകൊണ്ടല്ലേ എന്ന് പറയണേ. ഇനിയിപ്പം ഒരാഴ്ചക്ക് ഇനിയിപ്പോ കടയൊക്കെ അവധിയായിരിക്കും, അതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നീ പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറയാണ്. അങ്ങനെ അച്ഛൻ അങ്ങോട്ട് വാങ്ങിക്കാൻ പോവാ. ഈ സമയത്ത് ഋതു പറഞ്ഞു, അവൾക്ക് എന്തോ ഒരു മാറ്റമില്ലേ സ്വാധീനം നിൽക്കണം. അത് ശരിയാ, നല്ല മാറ്റമുണ്ട്. അതെ, ആ സേതു എന്ന് പറയാൻ അവൻ വന്നേ പിന്നെ എന്തൊക്കെ ഒരു മാറ്റമുണ്ട്. വലിയേട്ടാന്ന് മാത്രം അവൾ വിളിക്കുന്നുള്ളൂ. എനിക്ക് തോന്നേ അന്ന് ICU കിടക്കുന്ന സമയത്ത് അച്ഛൻ എന്തോ കാര്യമായിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നേ. അതാന്ന് തോന്നുന്നു അവളുടെ മാറ്റത്തിന് കാരണം എന്ന് പറയാം. അത് ശരിയാണ്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറാനായിട്ട് എന്താ കാരണം? സേതു എന്ന് പറഞ്ഞ് പേര് കേൾക്കുന്ന പോലെ ദേഷ്യമുള്ള ആളായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് ഈ മാറ്റം ഉണ്ടായെന്ന് പറയാം. എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ശ്രീഹരി എന്ന് പറയുന്നവരെ എന്ത് കാര്യമാ, കഴിഞ്ഞ ദിവസം ഫുഡിന്റെ മുന്നിൽ നിന്ന് ഏൽപ്പിച്ചു വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എന്തുമാത്രം ചീത്ത പറഞ്ഞെന്നറിയാവോ? അതാ ഞാൻ പറഞ്ഞു, അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. അച്ഛൻ എന്തൊക്കെയോ അവളോട് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ്. അന്ന് ആ നേഴ്സ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ കാര്യങ്ങൾ സീക്രട്ടായിട്ട് എന്തൊക്കെയാ പറഞ്ഞെന്ന്. അതെന്താണെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, അവൾ ഒരുവരും ചോദിക്കാന്ന് പറയാണ്. അങ്ങനെ അവരുണ്ടെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ഡ്രസ്സൊക്കെ വാങ്ങി അച്ഛൻ ഇങ്ങോട്ട് വരുവാണ്. അപ്പൊ അച്ഛനോട് സാധി വിടുന്നു പറഞ്ഞു, ചേച്ചിക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ ഈ സ്റ്റിച്ച് ചെയ്ത് ഈ ധാവണിയൊക്കെ എടുത്തോണ്ട് നടക്കാനായിട്ട്? ഇതേ ഞങ്ങളെപ്പോലെ വല്ല ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടക്ക്, അല്ലെങ്കിൽ ഈ വേഷമൊക്കെ. ഇത് കേട്ടപ്പോൾ ഇതുപോലെ ശരിയാ, നിനക്ക് ഈ ധാവണിയൊന്നും മാറ്റിക്കൂടെ? നിനക്ക് ഈ ജീൻസ് ഷർട്ടൊക്കെ ഇട്ടാ എന്താ കുഴപ്പം? എനിക്ക് ആ വേഷമൊന്നും ചേരത്തില്ല ഋതു. പിന്നെ ചേരുവില്ല, നീ ആദ്യം ഈ ധാവണിയൊന്നും മാറ്റിക്കഴിഞ്ഞ് നോക്കിയാലേ നിനക്ക് അറിയാൻ പറ്റുള്ളൂ. വേറെ വേഷം ധരിച്ച് നോക്കണം ഇടയ്ക്ക്, അല്ലാതെ എപ്പോൾ നോക്കിയാലും ഒരു ധാവണി ഉണ്ടെന്ന് പറയാണ്. പിന്നെ ഋതു ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമെന്ന് ചോദിക്കുക. എന്ത്? അല്ല, അച്ഛനന്ന് അവസാനമായിട്ട് നിന്നെ ICU വെച്ച് കണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് എന്ത് കാര്യമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അല്ല, അത് പിന്നെ സേതുവേട്ടനെ കുറിച്ചാ. സേതുവേട്ടനെ കുറിച്ച് എന്താ? അല്ല, വലിയേട്ടനെ നന്നായിട്ട് നോക്കണം, വലിയേട്ടനെ പൊന്നുമടത്ത് വരുമ്പോ വലിയേട്ടനെ അവിടെ താമസിപ്പിക്കണം, അതൊക്കെയാ പറഞ്ഞേ. അല്ല, വേറൊന്നും പറഞ്ഞില്ല. അല്ല, അത് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറയാം. ഋതുവിനും സാധിക്കും നല്ല സംശയം, വേറെ എന്തൊക്കെയോ പറഞ്ഞ പോലെ ഉണ്ട്. കാരണം അച്ഛനും മുഖം കണ്ടറിയാം. പിന്നീട് കാറി വരുന്ന സമയത്ത് അച്ഛൻ്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുവാണ്. അവസാനം സമയം തൻ്റെ കയ്യെ പിടിച്ച് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക. അപ്പൊ എന്തോ വലിയ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട്. അതാണ് അച്ഛന് ഇത്രമാത്രം അസ്വസ്ഥത ഉണ്ടാകുന്നത്. പിന്നീട് കാണിക്കുന്ന വീട്ടിൽ വന്നിട്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഋതു. പിന്നീട് ഓഫീസിൽ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ മഹേഷേ, നാളെ ഈ മാസത്തെ ആ ഒരു കണക്കുകളെല്ലാം ഒന്ന് അക്കൗണ്ട് സെക്ഷൻ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് മെയിൽ ചെയ്യണമെന്ന് പറയാം. ശരി മാഡം പറഞ്ഞ് ഫോണും വെക്കുവാണ്. അപ്പോഴാണ് പുറത്ത് സേതുവിന്റെ കാറ് വന്നിരുന്നത്. കാറിനകത്ത് സേതുവിനെ പിടിച്ചിറക്കി ശ്രീഹരി അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ കാഴ്ച കണ്ടോണ്ട് ഋതു വന്നു. ഋതുവിന് ആകെപ്പാടെ സമനില ഇറ്റുന്ന പോലെ തോന്നി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.